കൊടുത്തു. കൊടുത്ത് നോക്കുക. ചിലരെ സ്വീകരിച്ചില്ല. മനസ്സിൽ പ്രതിഷ്ഠിക്കുകയാണ് ഈ ശത്രുവിനെ. എന്നാ ശരി, ഞാനൊരു വലിയ വണ്ടി എനിക്ക് വാങ്ങണം. മനസ്സിനെ ഈ 1-ാം തീയതി പ്രതിജ്ഞ കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത്. 4 ലൈക്ക് അധികം കിട്ടിയാൽ അതും നമ്മൾ നോട്ട് ചെയ്യണം. ആത്മാവെന്ന് പറയണ്ട, മനസ്സിന് മതി. 13-ാം തീയതി ചൊവ്വാഴ്ച വന്നാൽ അന്നും എടുക്കാം. ഞാൻ എന്തായാലേ അടുത്ത വർഷം 1-ാം തീയതി നാളെയാണല്ലോ, അത് നന്നാവാനുള്ള തീരുമാനമാണ്. എന്താ? അല്ല, ഈ കൊല്ലം അങ്ങനെ പോയി. ഈ കൊല്ലത്തിന് എന്തായിരുന്നു കുഴപ്പം? ഈ കൊല്ലത്തിന് കുഴപ്പം എന്ന് പറഞ്ഞാൽ നന്മകൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം. ഞാനങ്ങനെയല്ല. ഞാൻ തന്നെ, അതായത് 2024 അവസാനത്തോടു കൂടി തന്നെ നന്നാവാൻ തുടങ്ങി. എന്താ ഈ കഴിഞ്ഞ വർഷത്തെ നന്മകളോ നമ്മൾ ഓർക്കണം എന്നാണ് പറയണത്? അതെ, അങ്ങനെയല്ല, കഴിഞ്ഞ വർഷത്തല്ല, ഈ നിമിഷത്തിന് നമ്മൾ ഇപ്പൊ ഇവിടെ ഈ ഇരിക്കുന്ന ഈ നിമിഷത്തിനും കൂടി നമ്മൾ താങ്ക്സ് പറയണം, നന്ദി പറയണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ മുതൽ നന്നായി തുടങ്ങി. എന്തൊക്കെയാണോ ഞാനതിനു വേണ്ടി ചെയ്യണമെന്നല്ല, എല്ലാവരും ഓടി നടക്കണ്ട്. ന്യൂ ഇയർ ആണ്, 2025 വരണേ എന്ന് പറഞ്ഞിട്ട് ഓടണു. കഫേകളിൽ പരിപാടികൾ സജ്ജമാക്കണു, ഹോട്ടലുകളിൽ മുറിയെടുക്കുന്നു, അവിടെ പോയിരിക്കണു, ഇവിടെ പോയിരിക്കണു. ഇന്ന് രാത്രി ചുരുക്കത്തിൽ 31-ാം തീയതി രാത്രി പാതിരാത്രി വരെ ഉറക്കമില്ല. പിന്നെ നാളെ എണീക്കണത് 1-ാം തീയതി രാവിലെ എണീക്കണത് വൈകിയാവും. ചിലപ്പോൾ ഓഫീസ് ഉണ്ടാവും, ഓഫീസിൽ പോകാൻ ലേറ്റായി ഉണ്ടാവും, വൈകി ആകെ ജാഗം. 1-ാം തീയതി നന്നായിട്ട് വരും ഈ പോക്ക് അല്ലേ? അതെ. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ ആയത്? ആ നേരം കൊണ്ട് കുറച്ചൊക്കെ നമ്മള് ശ്രദ്ധിച്ചൂടെ? എന്താ വെച്ചാ നമ്മള് ആദ്യമായിട്ട് കൃത്യ ദിവസത്തിലേ നന്നാവണമെന്നില്ലേ, എപ്പോ വേണമെങ്കിലും നന്നാവും. 31-ാം തീയതിയോ 30-ാം തീയതിയോ എന്ന് വേണം നന്നാവും. അപ്പൊ ഈ നന്നാവുമ്പോ എന്തൊക്കെ അല്ല, വേറെ നമ്മുടെ പേഴ്സണൽ കാര്യം നോക്കണ്ട, ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ഉണ്ടായ നന്മകളെ കുറിച്ച് ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും നന്മ അയാൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. എന്തൊക്കെ നന്മ ഉണ്ടാവാം? നമ്മളിപ്പോ 2024 പിന്നിടാണ്. അപ്പൊ ഈ 2024 പിന്നിടുമ്പോ നമുക്ക് കഴിഞ്ഞ ജനുവരി 1 മുതൽ ഇഷ്ടം പോലെ നന്മകൾ ഉണ്ടായിട്ടുണ്ടാവും. ചീത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, നല്ല അനുഭവങ്ങൾ, വിമർശനങ്ങളും സങ്കടം എല്ലാം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ നല്ലത് മാത്രം, മറ്റതൊക്കെ പാസ്റ്റാണ്, അതൊക്കെ കഴിഞ്ഞു. നല്ലത് മാത്രം, നല്ലത് മാത്രം എടുക്കുക. ആ നല്ലതിനെ നമ്മള് അല്ല, സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ നന്മകൾ ഏതൊക്കെയായിരിക്കും? ഒന്നുകിൽ അയാളൊരു വണ്ടി വാങ്ങിയിട്ടുണ്ടാവും, ശ്രദ്ധിക്കപ്പെടാതെ പോയ നന്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് വലിയൊരു അസുഖം വന്നു, അതിൽ നിന്നുള്ള റിക്കവറി, അതാണോ വലിയ ഒന്നാമത്തെ അസുഖം. ആരോഗ്യം, നമ്മുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. അതൊരു പിന്നെ ജോലിയിൽ പ്രൊമോഷൻ, സാലറി ഹൈക്ക്, അടുത്തേക്ക് ഒരു സ്ഥലം മാറ്റം, പിന്നെ ഒരു കുട്ടിയുടെ കല്യാണം, കൊച്ചു പേരക്കുട്ടികൾ ഉണ്ടാവുക, വാഹനങ്ങള് കയ്യിൽ, മുതിർന്നവർക്കാണ് പേരക്കുട്ടി ഉണ്ടാവുന്നത്, സ്വന്തമായിട്ട് ഒരു ദമ്പതികൾക്ക് ഒരു കുട്ടി ഉണ്ടാവുന്ന, വാഹനങ്ങള് കയ്യിൽ വരിക, തീർത്ഥയാത്ര നടത്തുക, അതുപോലെ വിനോദയാത്ര നടത്താൻ പറ്റി, ഉയർന്ന വിദ്യാഭ്യാസം, ഉയർന്ന ഡിഗ്രികളൊക്കെ സമ്പാദിക്കുക, നല്ല നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കാൻ, അഭിനന്ദനങ്ങൾ നേടാൻ പറ്റി, അഭിനന്ദനങ്ങൾ, 4 ലൈക്ക് അധികം കിട്ടിയാൽ അതും നമ്മൾ നോട്ട് ചെയ്യണം. അതെ അതെ അതെ, ചാരിറ്റി ചെയ്യാൻ പറ്റി, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് തുറന്നു പറഞ്ഞുകൊണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇത് മാത്രമല്ല, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കണ്ടെത്തുക, നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മളാരുമായിട്ട് ശത്രുതയ്ക്ക് നിൽക്കാതെ മെച്ചപ്പെട്ട്, നമ്മളെല്ലാവർക്കും ഫർഗീവ് കൊടുത്ത് നോക്കുക. ചിലര് സ്വീകരിച്ചില്ല എന്ന് വരും, പക്ഷെ അതൊക്കെ കാര്യമാക്കണ്ട, നേരിട്ട് പറയാൻ വേണ്ട, നമ്മുടെ മനസ്സിൽ ഞാൻ എന്റെ വ്യക്തിക്ക് ചെയ്തിരിക്കണം. അപ്പൊ പിന്നെ നമുക്ക് പ്രശ്നമില്ല, നമ്മുടെ ടെൻഷൻ അയാളെ കാണുമ്പോഴുള്ള ഇത് കുറഞ്ഞു കിട്ടൂല്ലേ? അതെ അതെ, ചിന്തിക്കുമ്പോഴും അയാളെ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയാണ് ഈ ശത്രുവിനെ. അപ്പൊ അത് നോർമലായിട്ട് മാറും. അപ്പൊ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. ഒരു നല്ല പൂന്തോട്ടം ഉണ്ടാക്കാൻ പറ്റി, ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ പറ്റി, ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി, പുസ്തകങ്ങളെ വിലയിരുത്താൻ പറ്റി, എഴുതാൻ പറ്റി,
ഫേസ്ബുക്കിൽ വീഡിയോസ് ചെയ്യാൻ പറ്റി, സിനിമ കാണാൻ പറ്റിയല്ലോ, നല്ല നല്ല സിനിമകൾ കാണാൻ പറ്റി. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷമോ അതിന് മുമ്പൊക്കെ നേടിയ നല്ല അനുഭവങ്ങൾ, അതിനെ ഓർത്തുകൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം. ഈ പുതുവർഷത്തിൽ നമ്മൾ ഏതൊക്കെ മേഖലകൾ ജീവിതത്തിൽ ഒരു 8-10 മേഖലയെ പറ്റി പറയാം? ഒരു കുടുംബമായിട്ടുള്ള ഒരു ജീവിതം. ആരെങ്കിലും എല്ലാവരും ഓരോ കുടുംബത്തിലെ അംഗങ്ങളായിരിക്കുമല്ലോ. ഒരു അച്ഛൻ്റെ വേഷത്തിൽ അമ്മയുടെ അല്ലെങ്കിൽ മക്കളായിട്ടോ മരുമകളായിട്ടോ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കൊച്ചു സമൂഹത്തിൽ പല കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം, ഒന്നാമതായിട്ട് നമ്മുടെ ആരോഗ്യം. നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യമുണ്ട്. നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കാം. മറ്റുള്ളവരോടൊക്കെ ദേഷ്യപ്പെട്ട് എടുത്തു ചാടി ഇവിടെ പറയണത് അവിടെ പറഞ്ഞു, അവിടെ പറയണത് ഇവിടെ പറഞ്ഞു. മറ്റവരൊരു വണ്ടി വാങ്ങി, എന്നാൽ ശരി ഞാനൊരു വലിയ വണ്ടി, അതിലും വലിയ വണ്ടി എനിക്ക് വാങ്ങണം. അവരവിടെ പോയല്ലേ, എന്നാൽ ഇതിലും വലിയ എനിക്ക് പോകണം. അങ്ങനെ ഒരു തോന്നൽ, കമ്പാരിസൺ. മാനസികമായ ആരോഗ്യ വിഷയം. ശാരീരിക ആരോഗ്യത്തിൽ ഉറക്കം, വ്യായാമം, നല്ല ഭക്ഷണം, അല്ല മറ്റൊന്നും കൂടെ ഉണ്ട്. ഈ ശാരീരിക ആത്മാവെന്ന് പറഞ്ഞിട്ടൊരു ഇത് വരുന്നുണ്ട്. അതായത് നമ്മളൊരു കുറച്ച് നേരമെങ്കിലും ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് ഒന്ന് ശാന്തമായിട്ട്, നമ്മുടെ മനസ്സെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അവർക്കൊരു റെസ്റ്റ് വേണ്ടേ? ഈ ഉറങ്ങണ സമയത്ത് മാത്രമാണ് റെസ്റ്റ് ഉള്ളൂ. അപ്പോൾ അതല്ലാണ്ട് നമ്മൾ പകൽ സമയത്തോ എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും അതിനൊരു റെസ്റ്റ് കൊടുക്കാനായിട്ട്, മനസ്സിനും ഈ ആത്മാവിനും ഒക്കെ ഒരു ശുദ്ധത. ആത്മാവെന്ന് പറയണ്ട, മനസ്സിന് മതി. അത് അതിനൊന്ന് റെസ്റ്റ് കൊടുക്കുക. അതിന് മെഡിറ്റേഷനോ വായനയോ ഒക്കെ ആവാം. ശരി. അപ്പോൾ ഈ 10 അപ്പൊ ആരോഗ്യം വേണം, സമ്പത്ത് അത്യാവശ്യമാണ്. സമ്പത്തൊന്നും ഇപ്പൊ ആരും എപ്പോഴും തരുമൊന്നുമില്ല. മറ്റൊരാളോട് കടം വാങ്ങി എന്നും ജീവിക്കാന്ന് വെച്ചാൽ പറ്റില്ല. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, പിന്നെ സോഷ്യൽ റിലേഷൻഷിപ്പ്. നമുക്ക് സമൂഹത്തിൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ. സമൂഹത്തിൽ എന്താ നടക്കണമെന്നറിയാം, അതിലേക്ക് ഇറങ്ങി ചെല്ലണം. ഇപ്പം നമ്മൾ ജോലിക്കാരാണെങ്കിൽ ആ ജോലിയിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവും. അധ്യാപകരാണെങ്കിൽ അവർക്കുണ്ടാവും ഒരു കൂട്ടായ്മ. അതല്ലെങ്കിൽ സമൂഹത്തിൽ വായനശാലകൾക്കൊരു കൂട്ടായ്മയുണ്ട്, വിദ്യാർത്ഥികൾക്കൊരു കൂട്ടായ്മയുണ്ട്. അങ്ങനെ ഓരോ ഗ്രൂപ്പുകൾക്കും കൂട്ടായ്മയുണ്ട്. അതിലേക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? നമ്മൾ വെറും നോക്കൂത്തിയായിട്ട് നിന്നാൽ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണ്ടോ? സോഷ്യൽ റിലേഷൻഷിപ്പിന്റെ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ എന്താ പറയുക, ഫാമിലി റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഫാമിലിയിൽ എല്ലാവരും തമ്മിൽ നല്ല രീതിയിൽ പോകാൻ, ഒന്നുമില്ലെങ്കിലും ഇത് വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ എല്ലാവരും സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. ആശയപരമായിട്ട് കുടുംബത്തിൽ തന്നെ ആശയങ്ങൾ വ്യക്തമാണ്, അത് കൈമാറിക്കൊണ്ടിരിക്കണം എപ്പോഴും. എല്ലാവരും തുറന്നു പറഞ്ഞ് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് പേഴ്സണൽ അച്ചീവ്മെന്റ്. നമ്മളിപ്പോൾ ഏത് ഫീൽഡിലായാലും, വിദ്യാഭ്യാസത്തിൽ നമ്മൾ ജോലിയുള്ള ആളായാലും ജോലി ഇല്ലാത്ത ആൾ, എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവും. പിന്നെ തീരെ റിട്ടയർമെന്റ് ലൈഫ് ആയാലും എന്തായാലും നമ്മളുടെ റിട്ടയർമെന്റ് ലൈഫ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊക്കെ ഇരുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ധാരാളം ചെയ്യാനുണ്ട്. കാരണം നമുക്ക് വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഗാർഡനിങ്ങോ പച്ചക്കറിത്തോട്ടോ അതെല്ലാം എഴുത്തോ വായനയോ വീഡിയോ നിർമ്മാണോ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനോ അങ്ങനെയൊക്കെ ധാരാളം അവസരങ്ങളുള്ളതാണ് ഒരു സോഷ്യൽ മീഡിയ. പിന്നെ ചാരിറ്റി, നമ്മളെ കൊണ്ട് പറ്റുന്നത് 10 രൂപയെങ്കിൽ 10 രൂപ, 100എങ്കിൽ 100, മറ്റുള്ളവരെ സഹായിക്കും. മറ്റുള്ളവരെ വെച്ചാൽ പാവങ്ങൾ, അർഹതയുള്ളവർക്ക് മാത്രം മതി, അർഹതയില്ലാത്തവർക്ക് വേണ്ട. പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതെ അതെ, വർക്ക് ചെയ്യുന്ന ഹാപ്പിനെസ്, നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിലാണ്. അത് നമ്മൾ കണ്ടെത്തണം. അത് മറ്റുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണാവുന്ന ഒന്നല്ല സന്തോഷം.
പിന്നെ മാത്രമല്ല മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സന്തോഷം പാടില്ല. മകൻ വരുമ്പോ സന്തോഷിക്കാം, മകന്റെ കല്യാണം കഴിയുമ്പോ സന്തോഷിക്കാം, അവർക്ക് ഈ അസുഖം മുഴുവൻ മാറിയിട്ട് സന്തോഷിക്കാം, വേറെ ഡിപ്പെൻഡ് ചെയ്യാം. കുറെ സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞിട്ട് സന്തോഷിക്കാം, പലരും പറയാൻ കാറ് വാങ്ങിയിട്ട് സന്തോഷിക്കാം എന്ന് പറഞ്ഞാൽ അത് കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. കാറ് വാങ്ങി ഇപ്പൊ കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടം കഴിഞ്ഞു. അപ്പോ സന്തോഷം ഈ ഭൗതിക വസ്തുക്കളിലല്ലാണ്ട് വേണമെന്നാണ് ഉള്ളിൽ നിന്ന് വരണം. അതെ, മാത്രല്ല അതിന് കണ്ടീഷൻ പാടില്ല. അപ്പൊ രോഗിയായിട്ട് കിടക്കുന്ന ആൾക്കും സന്തോഷിക്കാം, ഒരു പിച്ചക്കാരനെ പോലെ സന്തോഷിക്കാന്നാണ് പറഞ്ഞത്. മാത്രല്ല ഈ രോഗാവസ്ഥ എന്നും ഉണ്ടാവുന്നല്ല വിചാരിക്കേണ്ടത്, ഇത് മാറും. എന്നാണ് വിചാരിക്കേണ്ടത്. പിന്നെ ഹാപ്പിനെസ്സും കഴിഞ്ഞാൽ സെൽഫ് ഡെവലപ്മെന്റ്. സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഡെവലപ്മെന്റ്. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ. രാവിലെ ഉണരുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. രാവിലെ ഉണരുക, അതിന് വേണ്ടിയിട്ട് വൈകുന്നേരം കുറച്ച് നേരത്തെ കിടക്കുക. നേരത്തെ എന്ന് വെച്ചാൽ 9 മണിക്കൊന്നുമല്ല, ഒരു 10 മണി വീട്ടിലെല്ലാവരും വന്ന് നമുക്ക് കഴിച്ച് ഈ ടൈം മാനേജ്മെന്റുമായിട്ട് ഈ ഉറക്കത്തിനും ഉണരുന്നതിനും ഒക്കെ ഇതുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും എന്ത് ശീലങ്ങളായാലും നമ്മൾ രൂപപ്പെട്ട് വരുന്നതിന് കുറച്ച് ദിവസം പിടിക്കും. ഒരു 21 ദിവസം അല്ലെങ്കിൽ ഒരു 41 ദിവസം, അതല്ലെങ്കിൽ 90 ദിവസം മിനിമം ഉപബോധ മനസ്സിൻ്റെയൊക്കെ ശീലങ്ങളായിട്ട് വരാൻ വേണ്ടിയിട്ട്, തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട ശീലങ്ങൾ വരാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ആദ്യമൊക്കെ നമുക്ക് തീരെ രാവിലെ എണീക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എണീറ്റ് വെക്കുക. നമ്മുടെ മനസ്സിന് വേണം നമുക്ക് എണീക്കണം. നമ്മുടെ ശരീരത്തെ മനസ്സിനെ ഈ 1-ാം തീയതി പ്രതിജ്ഞ കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത്. അതെ, 1-ാം തീയതിയാണ് ഇന്ന് 7 മണിക്ക് എണീക്കണ ഒരാള് 4 മണിക്ക് എണീക്കാൻ തീരുമാനിച്ചാൽ അത് കടുപ്പാകും. 2 ദിവസം അന്ന് അയാളുടെ എല്ലാ താളങ്ങളും തെറ്റും. ചിലപ്പോൾ BP ഉള്ളവരാണെങ്കിൽ അത് കൂടുതൽ ഓഫീസിലോ യാത്രയിലോ ഒക്കെ അയാൾക്ക് ഉറക്കം വന്നിട്ട് അത് വേണ്ട. ഘട്ടം ഘട്ടമായിട്ട് ഒരു 5 മിനിറ്റ് നേരത്തെ എണീറ്റ്, ഒരു 10 മിനിറ്റ് നേരത്തെ. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ, 5-ാം തീയതി പ്രത്യേകിച്ച് പല വിഷയങ്ങളും വരാം. നമ്മുടെ തയ്യാറാക്കുമ്പോൾ ഒരു അടുത്ത വീട്ടിലെ ആൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഇത് മാറ്റേണ്ടി വരും. ഞാൻ എൻ്റെ ഇത് കഴിഞ്ഞിട്ടേ വരും പറയാൻ പറ്റില്ല. അപ്പം അത്തരം ചില വിട്ടുവീഴ്ചകൾ വന്നാൽ നമ്മളൊന്ന് അതിനെ മറക്കണം. പിന്നെ വേറൊന്നുണ്ട്, ജനുവരി 1-ന് ഒരു പ്രതിജ്ഞ എടുത്തു നടക്കണം. അത് പലരും അതായത് ജനുവരി 1 തൊട്ടിട്ട് 5 വരെ നടന്നു. ഇനി വേണ്ട, ഇനി അടുത്ത 1-ാം തീയതി ജനുവരി 1 തെറ്റാ. നല്ല കാര്യം തുടങ്ങാൻ അങ്ങനെ നല്ല ദിവസവും നല്ല സമയമില്ല, എപ്പോൾ വേണ്ട തുടങ്ങാം അല്ലേ. അപ്പോൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ അടുക്കളയിലേക്ക് ഓടാണ്ട്, സ്ത്രീകളാണെങ്കിൽ അടുക്കളയിലേക്ക് ഓടണ്ട, അല്ലെങ്കിൽ ഇതാവാതെ ഒരു 5 മിനിറ്റ് നേരം ഞാൻ എണീക്കാൻ പറ്റിയല്ലോ. എത്രയോ പേര് ഇന്നലെ കിടന്നിട്ട് എണീക്കാത്തവരുണ്ട്. അപ്പോൾ എനിക്ക് എണീക്കാൻ പറ്റിയതിലൊരു നന്ദി. അതുപോലെ എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതിനൊരു താങ്ക്സ്. ഈശ്വരനോടോ പ്രപഞ്ചശക്തിക്കോടോ ആരോടോ വേണമെങ്കിലും നന്ദി പറയാം. ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അതിന് മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ, മോട്ടിവേഷൻ പുസ്തകങ്ങൾ കാണാം. ഈ ഗോളുകൾ എഴുതി വെക്കുകയൊക്കെ വേണോ, അതോ മനസ്സിൽ വിചാരിച്ചാൽ മതിയോ? മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഓരോന്ന് വന്ന് ഒരു പ്രധാന ലക്ഷ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് ഡിഗ്രി നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതിന് ഞാൻ എന്തെല്ലാം ചെയ്യും, അതിനെന്തൊക്കെ ചെയ്യും, ട്യൂഷന് പോകണോ, അതോ കുറെ പുസ്തകങ്ങൾ ചെറിയ ഗോളുകൾ എഴുതി വെക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്. എത്ര ഗോളുകൾ വേണമെങ്കിലും എഴുതി വെക്കാം. പിന്നീട് നമുക്കൊരു നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അത് എഴുതി വെച്ച് ചിലപ്പോ ഇതൊക്കെ നടന്നിട്ടുണ്ടാവും. അതെ, നടന്നിട്ടുണ്ടെങ്കിൽ അതപ്പോൾ അതിന് ടിക്കിടുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇപ്പൊ ഗോളുകളൊക്കെ എഴുതി വെച്ചു, എന്നിട്ട് കഷ്ടകാലത്തിന് അത് ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല. അത് നടക്കാതിരിക്കാൻ എന്താ കാരണം? ഇനി നടന്നില്ലെങ്കിൽ എന്താ? നടക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങളോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളോ, അങ്ങനെയൊക്കെ കൊണ്ട് ഗോളുകൾ നടന്നില്ല എന്നൊക്കെ വരാം. മാത്രം മതിയോ? അതിനായിട്ട് പ്രവർത്തിക്കണ്ടേ? പ്രവർത്തിക്കണം, ചെറുതായിട്ടെങ്കിലും പ്രവർത്തിക്കണം. അതായത് ഒരു നമുക്ക് അഫർമേഷൻ കൊടുക്കുക, വിഷ്വലൈസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതൊക്കെ വേറെ. പരീക്ഷ പാസ്സാവണം എന്നുള്ള ആള് അത് പഠിക്കണം തന്നെ വേണം. കൂടെ പഠിക്കണം, അല്ലെ? മത്സര ബുദ്ധിയോട് പഠിക്കണം. പാസ്സായാൽ പോരാ എന്നുള്ള. അതെ,
മറ്റു പല പരിപാടികളും ഒഴിവാക്കി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ടൈം മാനേജ്മെന്റിന്റെ കാര്യവും ഹെൽത്തിന്റെ കാര്യവും ഉറക്കത്തിന്റെ കാര്യമൊക്കെ അവിടെ ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ടും പരാജയപ്പെടുകയാണ്. അങ്ങനെ സംഭവിച്ചു. എന്നിട്ടും നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ലെങ്കിൽ അതിലെ ഡിപ്രഷനായിട്ട് കടുങ്കൈ ചെയ്യല്ല. അത് മാത്രല്ല നിരാശപ്പെട്ട് വലിച്ചെറിഞ്ഞ് അത് ഉപേക്ഷിക്കല്ല. അതുകൊണ്ട് അപ്പൊ നമുക്ക് പരാജയം വരാനായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഭാഗത്തു നിന്നാവാം, ചിലപ്പോൾ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നാവാം, വീട്ടുകാരുടെ പക്ഷത്തു നിന്നാവാം. അതെന്താണെന്ന് കണ്ടെത്തി അതിന് വേണ്ട ഉചിതമായ, അതിന് പരിഹരിക്കാൻ വേണ്ട ഉചിതമായ തീരുമാനങ്ങൾ മാറ്റാം. തീരുമാനങ്ങളൊക്കെ മാറ്റി. തോമസ് ആൽവ എഡിസൺ 10,000 തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. അതെ. പക്ഷെ ഒരു ബൾബിന്റെ ഫിലമെന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതേപോലെ അങ്ങനെ എല്ലാവർക്കും ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓരോ വ്യക്തികൾക്കുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നാളെ മൊത്തത്തിൽ ആണ് പറഞ്ഞത്. അതെ, അല്ലാതെ നാളെ മുതൽ നിങ്ങൾ ഇന്നൊക്കെ ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഗോള് നിങ്ങളുടെ ഗോളാണ്, അത് നമ്മളല്ല പറയേണ്ടത്. നമ്മുടെ ഗോള് നമ്മുടെ ഗോളാണ്. അതെ, നമുക്ക് മറ്റൊരാൾക്ക് ഗോള് നിർദ്ദേശിച്ചു കൊടുക്കാനും അതൊന്നും പറ്റില്ല. ഓരോരുത്തരും അത് ഈ പൊതുവത്സരം തന്നെ വേണമെന്നില്ല. ഇനിയിപ്പോൾ 2 ദിവസം ഡിലേ ആയിട്ട് നമുക്ക് നമ്മുടെ പിറന്നാളിന്റെ അന്ന് റെസൊല്യൂഷൻ എടുക്കാം, ആനിവേഴ്സറിയുടെ അന്ന് എടുക്കാം. ഇനി ഒന്നല്ല, ഒരു ചൊവ്വാഴ്ച 13-ാം തീയതി ചൊവ്വാഴ്ച വന്നാൽ അന്നും എടുക്കാം. അതെ, അത് ചൊവ്വ മോശമാണ്, 13 മോശമായിട്ടൊന്നും കാര്യമില്ല, എന്നും ഇട്ടിട്ടും നന്നാവും. അപ്പോൾ നമ്മൾ ഇനി ഒരു പുതുവത്സര ആശംസ അറിയിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു ആരോഗ്യവും സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു നല്ല ഒരു 2025 ആശംസിക്കുന്നു.